പ്രിയ ബഹുമാനപ്പെട്ട മാനേജർ ഫാദർ ജോസഫ് വടകരേച്ച, നമ്മുടെ ഈ പെയിൻറ്റിംഗ് എക്സിബിഷൻ്റെ ഉദ്ഘാടകൻ ശ്രീ മരിയസദനം സന്തോഷ്, ആദരണീയരായ വിശിഷ്ട വ്യക്തികളെ, പ്രിയ കൂട്ടുകാരെ, നമ്മുടെ സ്കൂളിൻ്റെ ശതാബ്ദിയോടനുബന്ധിച്ചുള്ള ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ പ്രോഗ്രാമായ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ശ്രീ ജസ്റ്റിൻ അഫ്രേമിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ എക്സിബിഷൻ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. നമുക്കറിയാം, ഒരു വർഷമായി നമ്മൾ വിവിധങ്ങളായ പരിപാടികളിലൂടെ ശതാബ്ദി ആഘോഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് അതിൻ്റെ പരിസമാപ്തിയിൽ എത്തിയിരിക്കുന്ന ഒരു അവസരമാണ്. ഈ അവസരത്തിൽ വളരെ സന്തോഷമുണ്ട് പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ബഹുമാനപ്പെട്ട ജസ്റ്റിൻ അഫ്രേമിൻ്റെ ഒരു ചിത്ര പ്രദർശനം നടത്തുന്നതിൽ വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുന്നു. നമ്മുടെ ഈ കലാലയം, ഈ വിദ്യാലയം 100 വർഷങ്ങൾ മുമ്പ് തുടങ്ങിയത് അതിൻ്റെ ഒരു വലിയ ഒരു പ്രകടനം നടത്തുന്ന ഒരു വ്യക്തിയെ, ഒരു ആർട്ടിസ്റ്റിനെ സൃഷ്ടിച്ചെടുക്കുന്നതിന് ഈ കലാലയത്തിൽ സാധിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, അനേകം ആയിരക്കണക്കിന് ആൾക്കാരെ ഇത്തരത്തിൽ പ്രോജ്വലിപ്പിക്കുന്ന വ്യക്തിത്വങ്ങളായിട്ട് മാറ്റുന്നതിന് ഈ കലാലയത്തിന് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഇന്ന് ഇവിടെ നടത്തപ്പെടുന്ന ഈ പെയിൻറ്റിംഗ് എക്സിബിഷൻ. അപ്പോൾ ഈ മീറ്റിങ്ങിലും നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യാനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമ്മുടെ പ്രോഗ്രാമിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന ബഹുമാനപ്പെട്ട വടകര അച്ഛൻ, ഞാൻ അച്ഛനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല. അച്ഛൻ എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഊണിലും ഉറക്കത്തിലും എന്ന് പറയുന്നത് തന്നെ സ്കൂളിനെ കുറിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. നമുക്ക് ഏവർക്കും അക്കാര്യങ്ങൾ അറിവുള്ളതാണ്. അച്ഛനെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഈ വേദിയിലേക്ക് ഏറ്റവും കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന നമുക്കേവർക്കും സുപരിചിതനും നമ്മുടെ നാടിൻ്റെ പാലായുടെ തന്നെ ഒരു ലേബലുമായ ബഹുമാനപ്പെട്ട മരിയസദനം സന്തോഷ് സാറാണ്. സാറിനെ കുറിച്ചും ഞാൻ കൂടുതൽ പറയേണ്ടതില്ല. അശരണരുടെ അലംബഹീനരുടെ ഒക്കെ കൈ നാടിന് പാലാക്കാരൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ലേബലായി മാറിയ അദ്ദേഹം നമ്മുടെ ശ്രമം സ്വീകരിച്ച് വളരെ സന്തോഷപൂർവ്വം എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനായ മരിയസദനം സന്തോഷ് സാറിനെ ഏറ്റവും കൃത്യമായിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും ഏറ്റവും കൃത്യമായിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ അഭ്യുദയകാംക്ഷികളായിട്ടുള്ള അല്ലെങ്കിൽ സ്കൂളിൻ്റെ അഭ്യുദയകാംക്ഷികളായിട്ടുള്ള ആളുകൾ ധാരാളം പേരുണ്ട്. ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞാൽ സമയം കളയുന്നില്ല. ബഹുമാനപ്പെട്ട ആ വ്യക്തിത്വങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം പേരെടുത്ത് പറഞ്ഞായിട്ട് പരിഗണിച്ചുകൊണ്ട് അവരെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം അതിൻ്റെ ഏറ്റവും എക്സ്ട്രീം ലെവലിൽ പങ്കെടുത്ത് നടത്തുന്നതിനായിട്ട് വളരെയധികം യത്നിച്ച ബഹുമാനപ്പെട്ട ജസ്റ്റിൻ സാറ്, അത് അദ്ദേഹത്തെ സഹായിച്ച അനേകം വ്യക്തിത്വങ്ങളുണ്ട്. ഇന്നലെ രാത്രി 9 മണി 10 മണി വരെയൊക്കെ അവരുടെ ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രി 1 മണിയായിട്ടാണ് പിരിഞ്ഞത്. ഞാൻ അതിന് മുമ്പ് പോയി. അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങൾ ഇത്രയും ഭംഗിയായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യത്നിച്ച ബഹുമാനപ്പെട്ട ജസ്റ്റിൻ സാർ, അദ്ദേഹത്തിൻ്റെ ഫാമിലി അംഗങ്ങൾ, അദ്ദേഹത്തെ സഹായിച്ച വ്യക്തിത്വങ്ങൾ എല്ലാവരെയും, അതുപോലെ തന്നെ സഹപ്രവർത്തകരായ അധ്യാപകർ, മറ്റ് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ സ്കൂളിൻ്റെ അവസ്ഥ നമുക്കറിയാമാറുന്നുണ്ട്. വെന്റിലേറ്ററിലായിരുന്നു നമ്മൾ. അപ്പം ICUയിലേക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് വാർഡിലേക്കും മുറിയിലേക്കൊക്കെ മാറ്റേണ്ട വളർച്ചയുടെ കാലഘട്ടമാണ് വരുന്നത്. അന്ന് അതിന് തുടക്കം കുറിക്കുമ്പോൾ വിവിധങ്ങളായ പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്തു. ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്തത് അടിസ്ഥാനമായി തുടങ്ങുന്ന LKG UKG സെക്ഷൻ അതൊന്ന് മനോഹരമാക്കുക, ആകർഷകമാക്കുക. അതിൻ്റെ മുഴുവൻ വർക്കും ചെയ്തത് ജസ്റ്റിനാണ്. നമുക്കറിയാം, ഒരു ക്ലാസ്സിൽ റൂമിൽ ചെന്നാൽ ഒരു പുസ്തകത്തിൽ പഠിക്കേണ്ടതെല്ലാം ആ ഭിത്തിയിലുണ്ട്. അതിൻ്റെ എല്ലാം ഭാവനാപൂർണ്ണമായി രാത്രി വളരെ വൈകി, പ്രത്യേകിച്ചും അന്ന് പ്രവേശനോത്സവത്തിന് തലേ രാത്രിയിൽ നേരെ വെളുക്കുന്നിടം വരെ ഇവിടെ ഇരുന്ന് പ്രവർത്തിക്കുന്നതിലാണ് നമ്മളിപ്പോൾ ഒരു ദിവസത്തെ കാണുന്നത്. അപ്പോൾ ഈ സ്കൂളിന് ഏറ്റവും ആവശ്യമായ ഒരു വ്യക്തിയാണിത്. ഈ സ്കൂളിനെ വളർത്താൻ തന്നെയുമല്ല, അതെനിക്ക് ഒരേ കുട്ടിയെ മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പം അവിടെ അദ്ദേഹം അധ്യാപകനായതുകൊണ്ട് അവിടെ സൗജന്യ വിദ്യാഭ്യാസം നടക്കും. അതെല്ലാം ഉപേക്ഷിച്ച് ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് ചേർക്കുന്നതാണ്. അതൊരു നിസ്സാര കാര്യമല്ല. ആ റിസ്ക് എടുക്കാൻ ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ജസ്റ്റിനും സോണിയയും ഒക്കെ കാണിച്ച വലിയ മനസ്സിനെ പ്രത്യേകമായി അനുമോദിക്കുകയാണ്. അവരിന്ന് ഈ നമ്മുടെ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായ ഈ ഒരു പരിപാടി നടത്തുമ്പോൾ ഒരു പൂർവ്വ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അഭിമാനിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് അദ്ദേഹം ചെയ്യുന്നുണ്ട്. അത്രയും കഷ്ടപ്പാടിലൂടെ
കാര്യമായിട്ട് നമ്മളൊക്കെ നിന്ന് കൊടുത്താൽ മാത്രമേ ചെലവുകൾ മുഴുവൻ അദ്ദേഹം വഹിച്ചിരിക്കുന്നു. സ്വന്തമായിട്ട് ഫ്ലക്സ് അടിച്ച് എല്ലാം വെച്ച് ഇത്രയും വേറെ സ്നേഹത്തോടെ നന്ദിയോടെ ജസ്റ്റിന് ഇനിയും കൂടുതൽ ഉയരങ്ങൾ കയറാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സ്കൂളിലെ ഓരോ വാർഷിക സമ്മേളനത്തിലും ആവശ്യമായ സാധനങ്ങൾ മറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സാർ പഠിപ്പിക്കുന്നിടത്ത് പോയി കൊണ്ടുവരാൻ എപ്പോഴും ഉത്സാഹം കാണിക്കുന്ന വ്യക്തിയുമാണ്. അദ്ദേഹത്തിനോടുള്ള ബന്ധമുള്ളതുകൊണ്ടാണ് അവരൊക്കെ തരുന്നത്. ഏറെ നന്ദിയോടെ സ്നേഹത്തോടെ ജസ്റ്റിനെ ഓർക്കുന്നു. ഈ സ്കൂളിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ് ജസ്റ്റിൻ. പ്രത്യേകം നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കുകയും ഈ വലിയ സംരംഭത്തിൽ ഇനിയും ഒരുപാട് ഇങ്ങനെയുള്ള കലാരൂപങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പുറത്തേക്ക് വരാനുണ്ട്. അതിനെല്ലാം ഏറ്റവും നന്നായി പ്രശംസിക്കുകയും ആദരവോടെ കാണുകയും ചെയ്യുന്നു. എല്ലാ നന്മയും വിജയവും ജസ്റ്റിൻ സാറിന് ആശംസിക്കുന്നു. ഇന്ന് ഇവിടെ ഈ പ്രോഗ്രാം അവതരിപ്പിക്കാൻ മനസ്സ് കാണിച്ചതിന് പ്രത്യേകമായ നന്ദിയും അറിയിക്കുകയാണ്. അതുപോലെ നമുക്കറിയാം, പാല എന്ന് പറഞ്ഞാൽ അത് സന്തോഷ മരിയ സദനം, പാലായുടെ ഏറ്റവും വലിയ ജീവകാരുണ്യത്തിൻ്റെ മുഖമാണ്. നമുക്കറിയാം, കാലിത്തൊഴുത്തിലെ എന്ന് പറഞ്ഞു തുടങ്ങുന്ന പുസ്തകം അദ്ദേഹം എഴുതിക്കുന്നത് വായിച്ചാൽ കണ്ണു നിറഞ്ഞു പോകും. പത്രമാത്രം അശരണരായ ആളുകളെ കൊണ്ടുവന്ന്, സമൂഹം വെറുക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്തിരിക്കുന്ന ആളുകളെ കൊണ്ടുവന്ന് 450ഓളം ആളുകളെ ഒരുമിച്ച് പാർപ്പിച്ച് അവർക്ക് 4 നേരവും ഭക്ഷണവും ഉണ്ണാനും ഉടുക്കാനും എല്ലാം കൊടുക്കുന്ന ആ ഒരു അവസ്ഥ. തന്നെയുമല്ല, പാലായിലെ സുമനസ്സുകളിൽ നിന്ന് സഹായത്തോടു കൂടിയാണ് ചെയ്യുക. മറ്റുള്ളവർക്കൊക്കെ നന്മ ചെയ്യാനുള്ള ഒരു നല്ല തുറവിയും സാഹചര്യമാണ് സന്തോഷമൊരുക്കുന്നത്. ഏറെ സ്നേഹത്തോടെ ഇന്ന് ജസ്റ്റിനോടുള്ള വ്യക്തിബന്ധം കൂടെ അതിന് പുറകിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇവിടെ വരാനും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനും അദ്ദേഹം കുടുംബം വന്നിട്ടുണ്ട്. വൈകുന്നേരം എനിക്ക് തോന്നുന്നു ഗാനമേളയ്ക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെയും പാട്ട് പ്രതീക്ഷിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറെ നന്ദിയോടെ സ്നേഹത്തോടെ അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിൻ്റെ ഈ ഉദ്ഘാടനത്തിനായി പ്രത്യേകം ക്ഷണിച്ചെങ്കിലും ഞാൻ ഒന്നുകൂടെ ക്ഷണിക്കുകയാണ്. ജസ്റ്റിൻ സാറെ, ഹെഡ് മാസ്റ്റർ, മറ്റ് സിസ്റ്റേഴ്സ്, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, എല്ലാവർക്കും വിധമായ നമസ്കാരം. ഒരു കലാകാരൻ എന്ന് പറയുന്നത് അതൊരു വലിയൊരു ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് പ്രകൃതിയെയും മനുഷ്യനെയും ഒക്കെ അതേ രൂപപ്പകർച്ചയിൽ തൻ്റെ തലച്ചോറിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് വിരലിലൂടെ അത് കളർഫുള്ളായി ചെയ്യാൻ കഴിയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. ജസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം മരിയ സാധനമായിട്ട് ഏറെ ബന്ധമുണ്ട്. ഇപ്രാവശ്യത്തെ നമ്മുടെ സാന്താക്ലോസിൻ്റെ മാനുകൾ 2 ജസ്റ്റിന് ഉണ്ടാക്കി തരുന്നു. വളരെ മനോഹരമായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ അത് ആയിട്ട് പോകാനും സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഏതാവശ്യത്തിനും, പ്രത്യേകിച്ച് മരിയ സാധനത്തിൻ്റെ ഏത് കാര്യത്തിനും എന്ത് തിരക്കാണെങ്കിലും ജസ്റ്റിൻ്റെ ഒരു സാന്നിധ്യം എപ്പോഴും അവിടെയുണ്ട്. ജസ്റ്റിൻ്റെ പല വരകളും അതൊക്കെ മരിയ സാധനത്തിൻ്റെ ചുറ്റത്തൊക്കെ ആയിട്ടുണ്ട്. എല്ലാം നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇടവഴിക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഈ സ്കൂളിന് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. ജസ്റ്റിൻ്റെ സമർപ്പണമാണ് വാസ്തവത്തിൽ ഇതെല്ലാം. ഇതിനകത്ത് കാണുന്നത് എന്നോട് പറഞ്ഞ് ഇങ്ങനെ ഒരു പെയിൻറ്റിങ് ഞാൻ വളരെ കാലം കൊണ്ട് വരച്ചതാണ്, അതെല്ലാം പ്രദർശിപ്പിക്കുകയാണ്, എന്നോട് വരണം എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം ആദ്യം ചോദിച്ചു, വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിച്ചാൽ പോരാൻ ചോദിച്ചപ്പോൾ സാർ സന്തോഷം തന്നെ വരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത്. ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം മരിയ സ്ഥാനം തുടങ്ങിയ കാലം മുതലുള്ള ബന്ധം, വലിയ പിതാവ് ഒരിക്കൽ ഞാൻ ആദ്യം തുടക്കകാലത്ത് കാണാൻ ചെന്നപ്പോൾ ഇവിടുത്തെ വികാരിയച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, വൈലിപ്പറമ്പിലച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, പിടിയേരി ശേഖരിക്കണം, എന്നിട്ട് അവിടെയുള്ളവർക്ക് അരി. അപ്പോൾ അങ്ങനെ മരിയ സ്ഥാനത്തിലെ ആദ്യത്തെ അരി എന്ന് പറയുന്നത് ഈ പ്രദേശത്തു നിന്നുള്ള പിടിയേരികളാണ്. ഓരോ സ്ഥലങ്ങളിലൊക്കെ ശേഖരിച്ച് വെക്കും. അങ്ങനെയുള്ള പല ആളുകൾ ഇപ്പോൾ ഇവിടെ ഇല്ല. നമ്മുടെ പൂടിലെ ബേബിച്ചേട്ടന്, കടപ്പയിലെ മാത്തുക്കുടിച്ചേട്ടനൊക്കെ ആയിരുന്നു അതിനകത്ത് ലീഡർഷിപ്പ് എടുത്തിരുന്നത്. പിന്നീട് അത് പലതരത്തിലുള്ള സഹകരണങ്ങളായി. കവിക്കൊന്നും ഈ പ്രദേശവും മറക്കാനാവില്ല. മരിയ സ്ഥാനത്തിൻ്റെ നാടാണ്. മരിയ സ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ആദ്യം കുർബാന കാണാനായിട്ട് ആൾക്കാരെ പള്ളി കൊണ്ടുവന്നത് ഇവിടെയാണ്. നമുക്കിവിടെ ഒരു കല്ലറയും കിടപ്പുണ്ട്. ഒരു CMCയിലെ സിസ്റ്റർ വാങ്ങിച്ചതാണ്. ഇതെല്ലാം നന്ദിയോടെ ഓർക്കുന്നു. ഈ സ്കൂളിന് ശതാബ്ദിയുടെ നിറവിൽ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും മരിയ സ്ഥാനത്തിൽ നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.
മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. 11 വരെ ഇവിടെ ഉണ്ടായിരുന്നു. ആ ഉണ്ടല്ലോ. അച്ഛനുണ്ട്. ഇത് ഇന്ന് വെളുപ്പ് മനസ്സാണ്. എല്ലാവരും ഒരുമിച്ച് കയറി വരാൻ പോവാം. എല്ലാവരും ഒരുമിച്ച് കയറാം. എല്ലാവരും ഒരുമിച്ച് കയറി വരാമോ? അതെ. ഇതിനൊക്കെ സ്കെച്ച് ഇട്ടിട്ട് ഞാൻ ഇന്നലെ വരയ്ക്കാൻ സമയം കിട്ടിയില്ല. വരച്ചിട്ട് വന്നേക്കാം കേട്ടോ. സ്കെച്ച് ഇട്ട് വെച്ചിട്ടാണ് എൻ്റെ കൊച്ചിൻ്റെയാണ്. അതുകൊണ്ട് വരച്ച് എന്താ വെക്കുന്നത് അത് ഇത് കഴിക്കും സ്പെഷ്യൽ കഴിക്കും അഡ്വാൻസ് കഴിഞ്ഞു അല്ല മേടിച്ചു അല്ല അത് മേടിക്കണം ഇതോ
എനിക്ക്